ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensi. Great. There are certain conditions. Number 1, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് യൂട്യൂബിലിടും. കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? No. ഓക്കെ. നമ്പർ 2, ഇത് നിങ്ങളുടെ പേഴ്സണൽ ചാലഞ്ച് എന്തൊക്കെയാണ്, ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ക്ലാരിറ്റി അതായിരിക്കും ഞാൻ അഡ്രസ്സ് ചെയ്യല്. വേറെ ആയിട്ട് പറ്റിയിട്ടോ പൊളിറ്റിക്സോ റിലീജിയൻ ഒന്നും അല്ലല്ലോ? No. ഓക്കെ, ഗ്രേറ്റ്. നിങ്ങളുടെ അടുത്ത് കഴിവുണ്ടെന്നുള്ള വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? Yes, 100%. Beautiful, beautiful, beautiful. Don't tell me your name. എവിടുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. We're just having a conversation. ഒരു നല്ലൊരു ഫ്രണ്ട്ലി കൺവേഴ്സേഷൻ മാത്രമേ ഇവിടെ നടക്കാൻ പോകുന്നത്. ആ കൺവേഴ്സേഷനിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാം. Is it okay? Okay. Right. Tell me, what is it you want to achieve? എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ? എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി. Clarity of life. Okay, great. ഇപ്പോൾ എവിടെയാണ് സ്റ്റക്ക് ആയിട്ട് ഇരിക്കുന്നത്? എനിക്ക് 100% ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ എന്റെ ഏജിന് ഇപ്പോ എന്താ ചെയ്യേണ്ട അറിയില്ല. അതാണ് ഒരു എന്താ പറയാ. ഞാൻ ഏജ് ഒന്നും ചോദിക്കുന്നില്ല. ഓക്കെ, ഐ എം നോട്ട് ആസ്കിങ് ദ ഏജ് റൈറ്റ് നൗ. ബട്ട് ടെൽ മീ, എന്താണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത്? ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ എന്താ സ്റ്റോപ്പ് ചെയ്യണത്? എവിടുന്ന് തുടങ്ങണ്ട അറിയണില്ല. ഓക്കെ, വേർ ടു സ്റ്റാർട്ട് അല്ലേ? എങ്ങോട്ടാ പോകണമെന്ന് അറിയോ? എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള അറിയില്ല, അതിന് ഹൗ ഫാക്ടർ എന്നാ പറയല്. എങ്ങോട്ടാ പോകണമെന്നുള്ള അറിയോ? അറിയാം. 100%. ഓക്കെ, എങ്ങോട്ടാണ്? പറഞ്ഞോളൂ. What is it you want to become? എന്താണ്? I want to become an entrepreneur. You want an entrepreneur. Okay. Entrepreneur ഫാമിലിയാണോ? ഫാദർ മദർ ആരൊക്കെയെങ്കിലും അതിലാണോ? ഓൺട്രപ്രനേഴ്സ് ആണോ? ഫാദർ entrepreneur. ഓക്കെ. ഫാദറാണോ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫാദർ റോൾ മോഡലാണോ? യെസ്, ഫാദർ റോൾ മോഡലാണ്. ഫാദറിന്റെ ബിസിനസ് എങ്ങനെയാണ്, നല്ലതാണോ? അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. വെരി ഗുഡ്, എക്സലന്റ്. അതിന് എന്തൊക്കെ 3 കാര്യങ്ങളാണ് പഠിച്ചത്? അതില് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിച്ചു. ബ്യൂട്ടിഫുൾ. ടൈം മാനേജ്മെന്റ് പഠിച്ചു. വേറെന്താ പഠിച്ചേ? മണി മാനേജ്മെന്റും പഠിച്ചു. ബ്യൂട്ടിഫുൾ. ഇത് 3 മാത്രം മതി. യു ക്യാൻ ബിക്കം ആൻ ഓൺട്രപ്രനർ. ഓക്കെ, ഓക്കെ. എന്തൊക്കെയാണ്, എന്താ വിളിക്കല്? ഫാദർ എന്താ വിളിക്കുക? പപ്പ എന്നാണോ? എന്താ വിളിക്കുക? ഉപ്പ. ഉപ്പ. ഓക്കെ. ഉപ്പ എൻ്റെ ബിസിനസ്സിൽ, ഉപ്പ ചെയ്യുന്ന ബിസിനസ് ഇഷ്ടപ്പെടാത്ത 3 കാര്യങ്ങൾ എന്താ? അങ്ങനെയൊന്നുമില്ല. എന്നാലും ഫാമിലി, ഇപ്പം മകളാണല്ലോ അല്ലേ, മകളും ഫാദറും തമ്മിലുള്ള ആ ഒരു ഓൺട്രപ്രനർ ആകുമ്പോഴുള്ള എന്താണ് ഒരു 3 കാര്യം നിങ്ങൾ പറയും? ഞാനൊരു ഓൺട്രപ്രനർ ആയി കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ ചെയ്യണ പോലെ ഞാൻ ചെയ്യില്ല, ഞാൻ ഇന്നത് ഇൻ്റെ മാതിരി ചെയ്യും. എന്താണ് 3 കാര്യങ്ങൾ? ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഒന്നും കൂടി പുറത്തുകൂടെ എന്താ പറയാ, വേറെ രീതിയിൽ ചെയ്യും. ബ്യൂട്ടിഫുൾ. ഇതിനാണ് നമ്മൾ യങ് ജനറേഷൻ എന്ന് പറയാം. മനസ്സിലാവട്ടെ? എത്ര പേരുണ്ട് അവിടെ യങ് ജനറേഷൻ? ഇതിനാണ് റിവേഴ്സ് ലേണിംഗ് എന്ന് പറയാം. യങ് ജനറേഷൻ അവർ ചിന്തിക്കണം. നമ്മൾ ചിലപ്പം നമ്മളെ പാരൻസ് ഒക്കെ ട്രഡീഷണൽ ആയിട്ട് ചെയ്തു പോയിട്ടുണ്ടോ, പക്ഷെ ഇവരെ ചിന്താഗതി നമ്മളെക്കാളൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ചിലപ്പം നമ്മളെ ബോർഡ് മീറ്റിങ്ങിൽ ഇങ്ങനത്തെ ടാലൻറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് നമ്മൾ കൊണ്ടുവന്ന് ഇരുത്തണം. അവർ ചിന്തിക്കുന്ന രീതിയായിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത്. വെരി ഗുഡ്. അവിടെ ആഡ്സ്, സോ മാർക്കറ്റിംഗ് ആൻഡ് സോ ഫോർത്ത്. വേറെ എന്താണ്? വേറെന്താ? പിന്നെ ഈ കടന്റെ ഒരു ലുക്ക് കാരണം ഒരു നീറ്റ് ആയിട്ട് ഒന്നും കൂടി ഒരു പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരാൻ ഒരു ഇഷ്ടമാണ്. മോൾ എന്തായാലും ഓൺട്രപ്രനർ ആവാൻ പോകും കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 3, ബ്യൂട്ടിഫുൾ. നമ്പർ 3, പൈസ ഒരു എഫിഷ്യന്റ് ആയിട്ട് ശരിക്കും മാനേജ് ചെയ്യാന്. പറഞ്ഞാൽ ഇപ്പൊ ഇതിന് തന്നെ പറഞ്ഞാൽ അത് എടുക്കാത്തന്നെ ഒരു പർപ്പസ് വെച്ച മണി പർപ്പസിനെ യൂസ് ചെയ്യാം.
അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഉപ്പ ശമ്പളം എടുക്കല്ലോ, സാലറി എടുക്കല്ലോ? ഇല്ല. എത്ര കാലം ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പൊ? 15 വർഷത്തേക്കാണ്. ഓക്കെ. ഉമ്മ ഉണ്ടോ? ആ, ഉമ്മ ഉണ്ട്. ഉമ്മക്ക് സാലറി കൊടുക്കല്ല? ഇല്ല. മോൾക്ക് സാലറി തരില്ല? ആ, പോക്കറ്റ് മണി ആയിട്ടെങ്കിലും തരലുണ്ട്. 20 റുപ്യ. 20 റുപ്യ ദിവസം? ഓക്കെ, വെരി ഗുഡ്. മോള് അവിടെ അപ്പൻ്റെ ഇവിടെ പോയല്ലോ, ഇതിൽ ബിസിനസ്സിൽ പോകാറുണ്ടോ? ഞാന് കടയിൽ ഇങ്ങനെ കുറച്ചേരം നിക്കും, പറഞ്ഞ കാണാന് ഉം. പഠിക്കാനൊക്കെ നിക്കും. പിന്നെ സ്കൂളിൽ തന്നെ സ്കൂളിൽ തന്നെ. അപ്പോൾ സ്കൂൾ കുട്ടിയാണ്? ഹോളിഡേയ്സിലൊക്കെ പോകും. അപ്പോൾ ആ, സ്കൂൾ സ്കൂൾ കുട്ടിയാണ്. കുട്ടി. ഓക്കെ, ഞാൻ ചോദിക്കാൻ പാടില്ല, കാരണം എന്താ പറയുക, ചിലപ്പോൾ എൻ്റെ വൈഫിൻ്റെ സൗണ്ട് കേട്ടിട്ട് മകളാന്ന് ചോദിക്കാറുണ്ട്, മനസ്സിലായില്ല? അപ്പം ഭയങ്കര പ്രശ്നം. അപ്പം നമ്മൾ ഒരിക്കലും ഒരു സൗണ്ട് അല്ല വോയിസ് കേട്ടിട്ട് ഏജ് ഇത് ചെയ്യാൻ പാടില്ല. എത്ര അംഗീകരിക്കണം. ലതാ മങ്കേഷ്കർ മരിച്ചുപോയി. ലതാ മങ്കേഷ്കർ അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചെറിയ സൗണ്ടായിരിക്കും, അത് വോയിസ് ഒക്കെ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിൻ്റെ വോയിസ് കേട്ട് നമ്മൾ പ്രായം പറയാൻ പാടില്ല. അത് എനിക്ക് തോന്നി കുട്ടിയാണെന്നുള്ളത്, പക്ഷെ ഞാനത് പറഞ്ഞില്ല, ചോദിച്ചില്ല, മനസ്സിലായി? ഞാൻ പറയണ്ടെന്ന് പറഞ്ഞു, ഓർമ്മ ഉണ്ടോ? ഓക്കെ, ഗുഡ്, റൈറ്റ്. എപ്പം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? 18 ഇയേഴ്സിന്റെ കുറച്ചൊരു 16 ഇയേഴ്സിന് തുടങ്ങാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തുടങ്ങാന്നൊരു ആഗ്രഹമുണ്ട്. 10ാം ക്ലാസ്സിൽ? 10ാം ക്ലാസ് എന്ന് വെച്ചാൽ ഒരു 15 വയസ്സല്ലേ? 16. 16 വയസ്സിൽ ഞാൻ തുടങ്ങിയിരിക്കണം. 16 വയസ്സിൽ ഞാൻ ബിസിനസ് തുടങ്ങിയിരിക്കണം. ഞാൻ ഇത് 11th ഗ്രേഡിൽ പഠിക്കുന്ന സമയത്ത് ബിസിനസ് തുടങ്ങിയിരിക്കണം. ആ ബിസിനസ് ഇന്നും ഉണ്ട്. ഇപ്പോൾ 58 വയസ്സായിട്ട് അപ്പോഴും ആ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തുടങ്ങിക്കൂടെ? എന്ത് ബിസിനസ്സാണ് ഇഷ്ടം? എനിക്ക് ഫെയിലിയറിനെ പേടില്ല. അപ്പൊ എന്താണെങ്കിലും ഓക്കെ ആണ്. ഒരു വലിയ വലിയ പ്ലാൻസിനാണ് ആഗ്രഹം, പക്ഷെ നടക്കോ അറിയില്ല. ഫെയിലിയേഴ്സ് അത് നല്ലതാണ്, ഫെയിലിയേഴ്സിനെ പേടിക്കാൻ പാടില്ല, പക്ഷെ ഫെയിൽ ചെയ്യണം. യു ഷുഡ് നോട്ട് ഫിയർ ഫെയിലിയർ, ബട്ട് യു ഹാവ് ടു ഫെയിൽ. യു മസ്റ്റ് ഫെയിൽ എന്നാ പറയില്ല. അല്ലാതെ എന്താ പറ്റുക വെച്ചാൽ നമ്മൾ എല്ലാം വിജയിച്ച് പോയിട്ട് ലാസ്റ്റ് പോയി ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് പറയാം? എല്ലാം വിജയിച്ചു വരും, എല്ലാ പ്രൊജക്ട്സും വിജയിച്ച് കുട്ടീൻ്റെ, എന്നിട്ട് ലാസ്റ്റ് പോയിട്ട് പരാജയപ്പെട്ട് എന്തായിരിക്കും സംഭവിക്കുക? വിഷമം വരും, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആബ്സല്യൂട്ട്. കാരണം അത്രയും ഉയർത്തുന്നുള്ള താഴ്ചകൾ വീഴ്ചയല്ലേ, ശരിയല്ലേ? അത് ഭയങ്കര വീഴ്ചയായിരിക്കുമല്ലോ അല്ലേ? അതേസമയത്ത് താഴെ നമ്മൾ ഒരുപാട് വീണ്ടും ചളി പുരണ്ടിട്ട് പിന്നെ ആ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വി ആർ ഫേസിങ് ഓർ ഇസ് ഫെയിലിയർ. അത് കഴിയുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് ഒക്കെ കൂടൂലേ? ഒരുപാട് പ്രാവശ്യം ഇന്റർവ്യൂവിന് പോയിട്ട് തോൽക്കുന്ന ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ലേ? That's the thing. So you should not fear failure, but you must fail. You must fail. So the failure makes you stronger or weaker? Tell me. Stronger. It makes you stronger. Do you agree to that? Yes, I agree. Okay, great. അപ്പം എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞാല് ഈ പേയിങ് സ്കിൽസ് ഉണ്ട്, വലിയ വലിയ സ്കിൽസ് പഠിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇപ്പോൾ ടീച്ചിങ് അല്ലെങ്കിൽ എന്താ പറയാ, ഈ കാറിന്റെ ബിസിനസ് പറഞ്ഞാൽ ഒരു കാറിന് ഇപ്പൊ വലിയ പ്രോഫിറ്റ് കിട്ടൂല. വലിയ വലിയ സാധനങ്ങൾ, ആൾക്കാർക്ക് വേണ്ടിയ സാധനങ്ങൾ കറക്റ്റ് കസ്റ്റമറിന് വിൽക്കുക. അതാണ് ഒരു എന്താ പറയാ ഒരു ഡ്രീം. ഓക്കെ, അത് വലിയൊരു പ്രൊജക്റ്റ് ആണോ? അത്യാവശ്യം വലുത് തന്നെ. അത്യാവശ്യം എന്താ, എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും? എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ, ഞാൻ ഇപ്പോൾ പഠിക്കാണ്. അറിയില്ല, അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല ശരിക്കും. കൊറേ കിട്ടും. ഒരു പ്രശ്നമില്ല. അതിപ്പം അടുത്ത വർഷം തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അടുത്ത വർഷം തുടങ്ങാൻ പറ്റും ചെറിയൊരു ബിസിനസ്. എന്താ ചെറിയ ബിസിനസ് അടുത്ത വർഷം തുടങ്ങാൻ പറ്റും? തുടങ്ങണ്ടേ നമ്മൾ? ഇത് അതിനു വേണ്ടി പെർഫെക്ഷന് വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇത്ര ആവട്ടെ എന്നിട്ട് വേണം ആ വലിയ ബിസിനസ് തുടങ്ങി. ചെറിയ ബിസിനസ് തുടങ്ങിയിട്ട് വലുതിലേക്ക് പോയിക്കൂടെ? മൊബൈൽ കട ഓക്കെയാണ്. മൊബൈൽ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാ? എന്തൊക്കെ ഇഷ്ടമുള്ള സാധനം? ഇപ്പൊ കാറിനെ പറ്റി പറഞ്ഞു, മൊബൈലിനെ പറ്റി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയ ആണ് തോന്നുന്നു ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലേ? മെഷീൻസിനോടൊക്കെ ഒരു ഇഷ്ടമാണ്. കാറ്, ബൈക്ക്, ഇലക്ട്രോണിക്സ് ആയിട്ടുള്ളത്. ഓക്കെ, അല്ല ഉപ്പ സമ്മതിക്കും അതൊക്കെ? ഉപ്പൊക്കെ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. നല്ല ഉപ്പയുള്ള
ഓക്കെ. ഉപ്പ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണോ? പൈസ ഇറക്കാൻ റെഡിയാണ്. റെഡിയാണ്. ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്താ നമുക്ക് തുടങ്ങാൻ പറ്റുക? പക്ഷെ അതിന് ബാങ്ക് അക്കൗണ്ടൊക്കെ വേണ്ടി വരും കേട്ടോ. അതിന് കുറച്ച് പ്രായമൊക്കെ വേണം. 18 വയസ്സൊക്കെ ചെയ്യണ്ടേ ബാങ്ക് അക്കൗണ്ടൊക്കെ വരാനും? ബാങ്ക് അക്കൗണ്ടും മറ്റേ ട്രാൻസാക്ഷനൊക്കെ ഇല്ലേ? ഓക്കെ. അപ്പോൾ എന്താ അപ്പോൾ തുടങ്ങാൻ പറ്റുക? ഏതാ നല്ല ബിസിനസ്? ഈ ഹോം ബേക്കർ പറ്റുമോ? ഇപ്പം എന്താ മാറിയത്? ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ ഹോം ബേക്കറിയായോ? എന്താ പ്രശ്നം എന്താണ് ഇവിടെ? അവിടെ മൊബൈൽ കടയില് ഇത് പറ്റൂലല്ലോ. എന്ത് പറ്റില്ല? ഇത് പ്രശ്നല്ലേ? എല്ലാ സ്ഥലത്തും ഏജ് പ്രശ്നമാണല്ലോ. ബിസിനസ്സിന്റെ സമയത്ത് എല്ലാവർക്കും ഏജ് പ്രശ്നം. പക്ഷെ അതല്ല, ഏറ്റവും യങ്ങസ്റ്റ് CEO ഒക്കെ ഇന്ത്യയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അത് 14 വയസ്സിന് താഴെ കുട്ടിയായിരുന്നു. കമ്പനി തുടങ്ങാൻ ഇഷ്ടമുണ്ട്, പക്ഷെ എന്തിന്റെ അറിയില്ല. അതാണ് പ്രശ്നം. ധൈര്യമില്ല. അതാണ് ധൈര്യമില്ല. ഇപ്പോഴല്ലേ പറഞ്ഞ ഒരു പേടിയില്ല, ഐ ഡോണ്ട് ഫിയർ ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ധൈര്യമില്ല എന്ന് പറയാം. ഐഡിയ ഇല്ല. ഓക്കെ, ഐഡിയ ഇല്ല. ഇപ്പോഴല്ലേ ബൈക്കിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ പിന്നെ മൊബൈലിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ അത് ബേക്കറിന്റെ കാര്യം പറഞ്ഞു. അതൊക്കെ ഐഡിയാസ് അല്ലേ? ഐഡിയാസ് ആണ്, പക്ഷെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം പറഞ്ഞാൽ എന്ത് രീതിന്റെ കമ്പനിയാണ് തുടങ്ങുന്നത്? ടെക്നോളജി ആണോ, സോഫ്റ്റ്വെയർ ആണോ? അതാണ്. ഏതാണ് ഇഷ്ടമുള്ളത്? ഏതാണ് ഇഷ്ടമുള്ളത്? എനിക്ക് പറഞ്ഞല്ലോ ഇലക്ട്രോണിക്സ്. പക്ഷെ അങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടോ? എനിക്കറിയില്ല. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു ഇലക്ട്രോണിക് വണ്ടി ഒന്നും അറിയാത്ത വ്യക്തിയാണ് ഞാൻ. എൻ്റെ മൊബൈൽ പോലും എൻ്റെ മോളെ അടുത്തൊക്കെ കൊടുക്കില്ല. എൻ്റെ മോളെ എല്ലാം ശരിയാക്കി തരില്ല എനിക്ക്. മകള് ചെറുകുട്ടി. അപ്പം ആകെ കുടുങ്ങിയാണ്. അപ്പം നമുക്കിത് വേറെ രീതിയിൽ കൊണ്ടുപോകാം. ജനങ്ങൾക്ക് കുട്ടിക്ക് ഇഷ്ടമുള്ളതും കുട്ടിക്ക് ഇഷ്ടമുള്ളതും അതേപോലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താ? കുട്ടിക്ക് ഇഷ്ടമുള്ളതും ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താണ്? പൈസ. അല്ല, അതല്ല. ഒരു ബിസിനസ് ഞാൻ ചോദിക്കണം. പൈസ എല്ലാവർക്കും ആവശ്യമുള്ള. പൈസ അല്ലാത്ത വേറെ സാധനം. ഗുഡ്. എന്ത് സർവീസ് ചെയ്യാൻ പറ്റുക? എന്ത് സർവീസാ ചെയ്യാൻ പറ്റുക? എനിക്ക് സർവീസ് എല്ലാവരും മെയിൻ പൊസിഷനിൽ എത്താനാ ഇഷ്ടം. അല്ല, എന്തെങ്കിലും ചെയ്താലല്ലേ മെയിൻ പൊസിഷനിൽ എത്തുള്ളൂ. മെയിൻ പൊസിഷൻ എന്ന് വെച്ചാൽ കമ്പനിയുടെ ഉള്ളിൽ മെയിൻ പൊസിഷൻ ആണോ, അല്ലെങ്കിൽ ബിസിനസ്സിൽ മെയിൻ പൊസിഷൻ ആണോ? ബിസിനസ്സിൽ. ഓക്കെ, ബിസിനസ്. അപ്പോൾ ബിസിനസ് സക്സസ്ഫുൾ ബിസിനസ് ആവണ്ടേ? ആരാ വന്നിട്ട് നിങ്ങളുടെ ഇത് വാങ്ങിക്കുക, സർവീസ് വാങ്ങിക്കലാരാ? കസ്റ്റമേഴ്സ് അല്ലേ? അപ്പൊ കസ്റ്റമേഴ്സിന് ഒരു പെയിൻ ഉണ്ടാവണ്ടേ? ഒരു പെയിൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ കസ്റ്റമർ വരുള്ളൂ. അപ്പൊ പെയിൻ ഐഡന്റിഫൈ ചെയ്യണ്ടേ? അവർക്കൊരു പെയിന് മനസ്സിലാക്കണ്ടേ? എന്നാലല്ലേ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? സർവീസ് കൊടുക്കണ്ടേ? സർവീസ് കൊടുക്കണം. അതെ, അതേ പറഞ്ഞ. അപ്പൊ നല്ലല്ലേ പൈസ കിട്ടുള്ളൂ, നല്ലല്ലേ കസ്റ്റമേഴ്സ് വരുള്ളൂ, നല്ലല്ലേ ബ്രാൻഡൊക്കെ വരുള്ളൂ. Am I right? അല്ലെങ്കിൽ ആരെങ്കിലും അബദ്ധത്തിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആള് തിരിച്ചു വരികയില്ല. ശരിയല്ലേ? സർവീസ് കൊടുത്തില്ലെങ്കിൽ, എക്സ്പീരിയൻസ് കൊടുത്തില്ലെങ്കിൽ കൊടുക്കണം. അപ്പം എന്താണ് എക്സ്പീരിയൻസ് ഉള്ളത്? വാട്ട് ഇസ് ഇറ്റ് യു ഹാവ് ദറ്റ് യു ക്യാൻ ഗിവ്? വാട്ട് ഇസ് ഇറ്റ് യു ഹാവ്? ഞാൻ പറഞ്ഞു, ഞാൻ 16-ാമത്തെ വയസ്സിൽ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. എനിക്കറിയാവുന്ന ഒറ്റ കാര്യം അന്നുണ്ടായതുള്ളൂ. എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയാമെന്ന്. എന്ത് പഠിപ്പിച്ചു കൊടുക്കാം? കരാട്ടെ പഠിപ്പിച്ചു കൊടുക്കാം. ആ 16-ാമത്തെ വയസ്സിൽ കരാട്ടെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത്. ആ സ്കൂൾ ഇപ്പോഴും ഉണ്ട്. 10,000-കണക്കിന് ആൾക്കാർ പഠിച്ചു പോകുന്ന സ്കൂളാണ് അത്. മനസ്സിലായില്ലേ? അതേപോലെ എന്താണുള്ളത്? കൊടുക്കാനുള്ള എന്താണുള്ളത്? ആവശ്യക്കാര് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. സർവീസ് എങ്ങനെയാ അത് സർവീസാക്കി മാറ്റാൻ പറ്റുക? കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെന്നുള്ള ഉറപ്പാണ്. ഇപ്പം സംസാരത്തിന് എനിക്ക് മനസ്സിലായി. അതിനെങ്ങനെ ബിസിനസ് ആക്കാം? ഹൗ കൻ യു മേക്ക് ഇറ്റ് എ ബിസിനസ്? അത് ഇപ്പൊ ഒരു ചാനൽ തുടങ്ങുന്നിട്ട് അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനത്തെ ചാനല്? യൂട്യൂബ് ചാനൽ. ബ്യൂട്ടിഫുൾ. ഞാൻ ഇന്ന് ഒരാളെ പരിചയപ്പെട്ടല്ല, എൻ്റെ സ്റ്റുഡൻ്റ്. അപ്പം ഞാൻ ചോദിച്ചു അവരുടെ പ്രൊമോഷനൊക്കെ ആരാ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഇതേപോലെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. 30,000 റുപ്യ വാങ്ങിക്കുന്നത്. ഒരു കസ്റ്റമറിൽ നിന്ന് 30,000 എല്ലാ മാസമാണ്. റിക്കറിങ് ഇൻകമാണ്. മനസ്സിലായില്ലേ? ആ 15 വീഡിയോസ് മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ എത്രയോ ക്ലയൻസ് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ അടുത്ത്.
അപ്പോൾ അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റവന്യൂ അല്ലേ? യെസ്. എത്ര റവന്യൂ കിട്ടുന്നുണ്ട് മാസത്തിൽ? എനിക്ക് അങ്ങനെ പർട്ടിക്കുലർ എമൗണ്ട് ഒന്നും അല്ല, ഇല്ല. അങ്ങനെ വേണം, പർട്ടിക്കുലർ amount ഒക്കെ വേണം. പർട്ടിക്കുലർ എമൗണ്ട് ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമുക്ക് അറിയണമല്ലോ ഇത്രയെങ്കിലും കിട്ടണം എന്നുള്ളത്. എത്ര വേണം? ഒരു 2 കോടി മതി. ഒരു മാസമോ? ഒരു മാസം? അങ്ങനെയാണ് ഞാൻ വന്ന് ജോലി ചെയ്യും. അല്ല, ഒരു മാസത്തിൽ, ഒരു വർഷത്തിനൊക്കെ. ഒരു വർഷത്തിന്, ഒരു മാസത്തിന് ആദ്യം തീരുമാനിക്കും എത്രയെന്ന്. ഒരു മാസത്തിന് എത്ര കിട്ടണം? 50,000. 50,000. ഓക്കെ, 50,000 കിട്ടുന്നുണ്ടെങ്കിൽ എത്ര ക്ലയൻസ് വേണം? എന്താണ് സർവീസ്? ആ സർവീസിൻ്റെ പ്രൈസ് എത്ര? അപ്പം കമ്മ്യൂണിക്കേഷൻ നോക്കാം. കമ്മ്യൂണിക്കേഷനിൽ എന്താ വിൽക്കാൻ പറ്റുക? എന്ത് സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? ഇപ്പം ഞാൻ വരാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ വരികയാണ്, ഞാൻ കണ്ടു. ഓക്കെ, നിങ്ങളെ ഞാൻ കണ്ടു. ഓക്കെ, അപ്പം എനിക്ക് പേരൊന്നും പറയണ്ട, കാരണം ചെറിയ കുട്ടിയാണ്. പേരോ വയസ്സോ ഈവൻ ജെൻഡറോ ഒന്നും പറയണ്ട. ഓക്കെ, ഇപ്പോൾ ഞാൻ കുട്ടീനെ കണ്ടു. അപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞ് ഇത് സർവീസ് ചെയ്യും, ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു സഹായിക്കുമോ? എൻ്റെ ഒരു ബ്രാൻഡ് ഒന്ന് വളർത്തണം, അതെന്ത് സഹായിക്കാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇത് സംഭവം ഇന്നാ നടക്കണം വിചാരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്ത ടിപ്സ് പഠിപ്പിച്ച് തരും. ബ്രാൻഡ് എങ്ങനെയാണ് അഡ്വർടൈസ് ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത്, നിങ്ങൾ ഐഡിയ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് ശരിക്കുള്ള ഒരു ഐഡിയ ആക്കി തരും. അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ, ഉറപ്പാണോ? ഉറപ്പാണ്. അത് പഠിപ്പിച്ചെടുത്ത് എത്ര പൈസ ഉണ്ടാക്കാം? അത് ഐഡിയക്ക് അനുസരിച്ച്. അല്ല, ഇത് വേറെ ഒന്നും പഠിക്കണം. ഈ ഒരു ഐഡിയ ജനങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ 80-100 കണക്കിൽ ആൾക്കാരെ വരില്ലേ? അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും. ക്ലാസ് എടുക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ചെയ്തുകൂടെ അത്? പക്ഷെ അതില് അത്ര ബിസിനസിന്റെ അത്ര ഇത് കിട്ടൂലല്ലോ, എമൗണ്ട് കിട്ടൂലല്ലോ. ആദ്യം തുടങ്ങണ്ടേ? അറിയില്ല. തുടങ്ങിയാലേ ആൾക്കാരെ പറയുള്ളൂ ഇതൊരു എക്സ്പേർട്ടാന്നുള്ളത്. പിന്നെയല്ലേ വേറെ സർവീസുകളൊക്കെ കൊണ്ടുവരാ. പക്ഷെ എനിക്ക് തോന്നും ഇതിന്റെ പിന്നാലെ പോയാല് പിന്നെ സമയം പോകും, പിന്നെ എന്റെ ബിസിനസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല എന്നൊരു തോന്നൽ. ഓക്കെ, ബിസിനസ് തുടങ്ങാൻ മുമ്പ് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യണ്ടേ? ആൾക്കാർ അറിയണ്ടേ ഇത് കഴിവുള്ള വ്യക്തിയാണെന്നും ഈ വ്യക്തി പറഞ്ഞതൊക്കെ ശരിക്കും നടക്കുന്നുള്ള ആൾക്കാർക്ക് ഒരു വിശ്വാസം വേണ്ടേ? ട്രസ്റ്റ് വേണ്ടേ? അല്ലെങ്കിൽ ചെറിയ കുട്ടീൻ്റെ അടുത്തേക്ക് വരില്ല എല്ലാവരും. ശരിയല്ലേ? അവർ പറയും ഈ ചെറിയ കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് എന്താ കാര്യം, അതിനാണ് നല്ല വേറെ ആദ്യത്തെ പോയി കഴിഞ്ഞാൽ ഒരു 30,000 കൊടുത്തു കഴിഞ്ഞാൽ ആള് ശരിയാക്കി തരുന്ന അങ്ങോട്ട് പോയില്ലേ? അപ്പോൾ നിങ്ങൾ തെളിയിക്കണ്ടേ കഴിവുണ്ടെന്നല്ല. ഇപ്പോൾ നിങ്ങൾ തെളിയിച്ചു, എന്നോട് സംസാരിച്ചപ്പോൾ തെളിയിച്ചു. എത്ര പേര് അംഗീകരിച്ചു? ഇത് മാർക്കറ്റിങ്ങിനെ കുറിച്ച്, കുറച്ച് ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഇപ്പോൾ 2 വാക്ക് പറഞ്ഞു. എനിക്ക് മനസ്സിലായി കുട്ടിക്ക് അറിയാമെന്നുള്ളത്. വെറുതെ തമാശ കളിക്കല്ല എന്നെ ഇരുന്ന്. എത്ര പേര് മനസ്സിലായി? അവിടെ ഇത് ചാറ്റിൽ വരാം, അറിയാം നിങ്ങൾക്ക്. അപ്പം ഇത് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി പഠിപ്പിച്ചു കൊടുക്കുക, അതാണ് മാർക്കറ്റിംഗ്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഈ കൺവേഴ്സേഷൻ യൂട്യൂബിൽ വരുമ്പോൾ എത്രയോ ആൾക്കാർ ഇത് കാണില്ലേ? കാണും. ഇതേപോലെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതേപോലെ എന്നിട്ട് വന്ന് സംസാരിക്കൂലേ? ഈ പ്രോബ്ലം സോൾവിങ് ഇങ്ങനത്തെ കുറെ ആൾക്കാരല്ല. അപ്പൊ ഞാനൊരു അതിലൊരാളല്ല, ഒരു സ്പെഷ്യൽ ആവൂലല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്നാണ് എന്നെ പറ്റി അറിഞ്ഞത്? ഒരു മാസായി. ഒരു മാസമായില്ലേ? വേറെ ആർക്കും ഇന്ന് പോവാതെ ഇങ്ങോട്ട് വന്നത് ഇന്ന് ഈ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എന്നോട് എന്റെ സമയം കളയാണ്. ക്ലാരിറ്റി കിട്ടാനേ. ഉറപ്പല്ലേ? ഉറപ്പാണ്. അതേപോലെ ക്ലാരിറ്റി കൊടുത്ത ആൾക്കാർ വരൂലേ? ശരിയല്ലേ? എത്ര പേര് അംഗീകരിക്കേണ്ടത്? നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വരും, അത്രേ ഉള്ളൂ. ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ഡു ഇറ്റ് ഡിഫറെന്റ്ലി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ പ്രത്യേകമൊന്നുമില്ല. ചെയ്യണത് കുറച്ച് വ്യത്യസ്ത രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. എന്നാ തുടങ്ങാം. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, ഇതിനെക്കുറിച്ചുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തുതരാം. അതൊക്കെയാണോ? ഓക്കെ. എന്നൊരു ക്ലാസ് തുടങ്ങാം. ഒരു 5 കുട്ടികൾ മതി. 5 കുട്ടികൾ വെച്ചാൽ ഇതൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ശരിക്ക് പ്രൊഫഷണൽസ് ആയിട്ട് കോച്ചസ് ആയിട്ടുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യാം. അവരെ പൈസ തരുള്ളൂ. സാധാരണക്കാരത്ത് പോരുത് കേട്ടോ, പൈസ ഇല്ല. സാധാരണക്കാരത്ത് പോയി കഴിഞ്ഞാൽ പൈസ ഇല്ല. ശരിക്കും പ്രൊഫഷണൽസ് ആയിട്ട് അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുക. ചെയ്യാൻ പറ്റുമോ? അല്ല,
ഒന്ന് മനസ്സിലാവുന്നോട് പറയോ? ഒന്ന് തീർച്ചയായും പറയാം, തീർച്ചയായും. അതായത് സാധാരണക്കാരന് പൈസ ഇല്ലാത്ത പൊളിഞ്ഞ ആളെടുത്ത് പോയി കഴിഞ്ഞാൽ പൈസ തരുമോ? ഇല്ല. ഇല്ലല്ലോ. അതല്ലല്ലോ ഉദ്ദേശം. പൈസ ഉണ്ടാക്കണ്ടേ? നമുക്ക് ഇത്ര കോടി 2 കോടിയല്ലേ പറഞ്ഞ ഒരു മാസം ഉണ്ടാക്കണ്ടേ? ആ, ഉം? ആ, അല്ലേ? ശരിയാണ്. ഉണ്ടാക്കണ്ടേ? നമുക്ക് പൈസ ഉണ്ടാക്കുന്ന മാർഗം ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ പൈസ ഉള്ളവരുടെ അടുത്ത് പോയിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ പൈസ തരും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതാ എൻ്റെ അടുത്ത് യൂട്യൂബ് ചാനൽ. ഞാൻ യൂട്യൂബർ ഒന്നല്ല കേട്ടോ, യൂട്യൂബർ ഒന്നല്ല. 2009 തുടങ്ങിയിരിക്കണ്. ഇന്ന് വരെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, യൂട്യൂബിൽ നിന്ന് കിട്ടിയില്ല. വന്നിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടുമില്ല, ഒക്കെ എടുത്തിട്ടില്ല എന്ന് പറയാം. സത്യം അങ്ങനെയാണ്. അങ്ങനെ ആണെങ്കിൽ എൻ്റെ യൂട്യൂബ് എങ്ങനെ വളർത്താൻ പറ്റും എന്നുള്ളത് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. ആ, ഉറപ്പാണോ? ഉറപ്പാണ്. എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? എൻ്റെത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹാൻഡിൽ ചെയ്യാൻ സ്കൂളിലൊക്കെ പോണോ കോളേജിലാണ് പോണത്? സ്കൂൾക്ക്. സ്കൂളിലല്ലേ പോണത്. അപ്പോൾ ടൈം ഉണ്ടാവും ഇതിന്? ടൈം മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിരിക്കണം. ഉപ്പ പഠിപ്പിച്ചു നമുക്ക്. വെരി ഗുഡ്. അല്ലെങ്കിൽ വേറെ 2-3 ആൾക്കാർ വെച്ചൂടെ? പണി അറിയാവുന്ന 2-3 ആൾക്കാർ വെച്ചൂടെ? പ്രായത്തിന് പ്രശ്നമില്ല, പ്രായത്തിന് പ്രശ്നം. 2-3 ആൾക്കാർ വെക്കുക. ഇത് അറിയാവുന്ന ആൾക്കാർ വെച്ചിട്ട് ചെയ്യിപ്പിച്ചൂടെ? അങ്ങനെ ടൈം മാനേജ് ചെയ്തൂടെ? അത് ശരിയാണ്. ഉപ്പ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? വേറെ ആൾക്കാർ വെച്ചിട്ട് പണിയെടുപ്പിക്കൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉപ്പക്ക് കുറെ എംപ്ലോയീസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ. അതേ സിസ്റ്റം ചെയ്തൂടെ? ആദ്യം ഒറ്റയ്ക്ക് ചെയ്യാം, പിന്നെ അത് കുറച്ച് എക്സാമിനേഷൻ ഒക്കെ വരുമ്പോൾ എക്സാമിനും അതൊക്കെ വരുന്ന അപ്പോൾ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവരെ ലീഡ് ചെയ്തൂടെ? ശരിയാണ്. ശരിയല്ലേ? അപ്പോൾ ആദ്യത്തെ സർവീസ്, ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന സർവീസ് എന്ന് ചെയ്യാൻ പറ്റും. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം, സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ എൻ്റെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് വേണ്ടേ? ഒരു ബ്രാൻഡ് വേണം. അപ്പോൾ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഒരു നല്ല കഴിവുള്ള വ്യക്തിയാണെന്നുള്ളത്. വേറെയുള്ളവർക്ക് ബ്രാൻഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. എക്സാക്ട്ലി കറക്റ്റ്. എന്ന് ചെയ്യാൻ പറ്റും. ഞാൻ 2-3 കസ്റ്റമറിനെ ഇപ്പൊ തരട്ടെ? ഉറപ്പോ? എന്നെ പറ്റിക്കരുത്. ഉറപ്പ്. ആർക്കൊക്കെ ബ്രാൻഡിങ് വേണ്ടത്? ഇവിടെ ചാറ്റിലുള്ള ആരെങ്കിലും വേണം ആയിന്ന് ടൈപ്പ് ചെയ്യാൻ? ആർക്കെങ്കിലും? അവർക്ക് വിശ്വാസം വരുന്നില്ല കേട്ടോ, ഇതുവരെ വിശ്വാസം വന്നിട്ടില്ല, ആർക്കും വന്നിട്ടില്ല. പ്രശ്നമാണ്. എനിക്ക് ഒരു മന്ത് മതി അതിനെ പറ്റി പഠിച്ച് അതിലൊന്നും കൂടി എക്സ്പേർട്ട് ആവാന്. ഉറപ്പാണോ? ഉറപ്പാണ്. ഒറ്റൊരു മന്ത് മതി. ഒറ്റ മന്ത് കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഇതല്ല, ഇപ്പൊ ആരും തന്നിട്ടില്ല കേട്ടോ, ആർക്കും വിശ്വാസം വന്നിട്ടില്ല ഇപ്പോഴും. കണ്ടോ ചാറ്റ് ഉണ്ടോ? ചാറ്റിൽ ആരും ഇപ്പോഴും അതാ ഒരാൾ വന്ന് എന്തോ ഒരു എന്താണ് FZ, ഓക്കെ, VKD എന്നൊക്കെ എഴുതിയിരിക്കണം. എനിക്കൊന്ന് വടകര എന്താണോ വാക്കാട് എന്തോ എനിക്കറിയില്ല. ഓക്കെ, ഒരാൾ യെസ് എന്ന് പറഞ്ഞു. എന്ത് വിശ്വാസത്തിലാണോ വന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഒരു മാസത്തിൽ പഠിക്കാൻ പറ്റുമോ? Okay, ഒരു മാസത്തില് inshallah I will do it. Okay, you will do it. What are the 3 steps that you are going to follow? ഇതിനെ പറ്റി പഠിക്കണം. എവിടെ പോയി പഠിക്കണം? ഓൺലൈനില്. ബ്യൂട്ടിഫുൾ. എന്നിട്ട് അതിന് നോട്ട്സ് ഉണ്ടാക്കും? നോട്ട്സ് ഉണ്ടാക്കും. പിന്നെ വേറെന്താ ചെയ്യാ? പിന്നെ ഇതില് പുതിയ പുതിയ ഐഡിയാസ് കണ്ടെത്തണം. പറഞ്ഞാല് ഇതിൽ വേറെ വേയിൽ എങ്ങനെ ചെയ്യാം. ബ്യൂട്ടിഫുൾ. പിന്നെ അത് ചെയ്യും. ഗ്രേറ്റ്. അത് പഠിപ്പിച്ചു തരാൻ പറ്റിയ ആൾക്കാരെങ്കിലും യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അറിയുന്ന ആരെങ്കിലും? ഇല്ല. ആരുമില്ല. അങ്ങനത്തെ ആരെങ്കിലും കണ്ടുപിടിക്കണം. അതിൽ ആ നോട്ടിൽ എഴുതി വെക്കുക. എനിക്ക് ആരെങ്കിലും ഇബാദ് റഹ്മാൻ പോലത്തെ ആൾക്കാരെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരോടൊക്കെ ചോദിക്കുക, അവരിന്നൊക്കെ പഠിക്കുക എന്താ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ സഹായിച്ചു തരും. ഉറപ്പല്ലേ? ഇത് ചലഞ്ച് ആയിട്ട് എടുക്കും. ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടിയോ? ക്ലാരിറ്റി കിട്ടി. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. പിന്നെ ഒരു സെക്കൻഡ്, ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ. ഈ റിച്ച് ആയിട്ട് ഫേമസ് ആയിട്ട് റിച്ച് ആവണോ നല്ലത്, അതോ റിച്ച് ആയിട്ട് ഫേമസ് ആണോ നല്ലത്? റിച്ചും ഫേമസ് രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, റിച്ച്നെസ് കംസ് വിത്തിൻ. ഇറ്റ്സ് നോട്ട് ബീങ് റിച്ച് ഫിനാൻഷ്യലി റിച്ച് ആവണം.
ഓക്കെ, പക്ഷെ ഒരുപാട് റിച്ച് ആയിട്ട് 3 കാര്യം അറിയണം. വാട്ട് ഇസ് ദാറ്റ് യു വോണ്ട് ടു ഡു, ഹാവ് ആൻഡ് ബി എന്നാ പറയാം. വാട്ട് ഇസ് ദാറ്റ് യു വോണ്ട് ടു ഡു, എന്ത് ചെയ്യണം. നമ്പർ 2, എന്തൊക്കെ വേണം. Okay, let's say do means I want to do video recording. I want to become a famous business person. That is what you want to do. What is that Yes. you want to have? I want to have a car. I want to have a house in Switzerland. That is what is you want to have. Or I want to have a healthy body. Yes. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ആരായി മാറണം എന്നുള്ള, ഹൂ ഐ വോണ്ട് ടു ബി എന്നുള്ള. എത്ര പണം ഉണ്ടായാലും ഞാൻ ചോദിക്കട്ടെ, ഉം. കുട്ടി ഉപ്പാനെ വിട്ടുപോകും? ഇല്ല, ഉറപ്പല്ലേ? ഉറപ്പാണ്. അതിനാണ് റിച്ച്നെസ് എന്ന് പറയാം. എത്ര പേർക്ക് മനസ്സിലായി? അതിനാണ് റിച്ച്നെസ് എന്ന് പറയാം. കുറേ പൈസ ഉണ്ടാക്കില്ല, പൈസ വേണം, ജീവിക്കാൻ പൈസ വേണം, അതൊക്കെ വേണം. റിച്ച്നെസ് ഇസ് നോട്ട് ചേഞ്ചിങ് ഹൂ യു ആർ. ദാറ്റ്സ് കോൾഡ് റിച്ച്നെസ്. എത്ര പണം കിട്ടിയാലും അവർ വളർത്തിക്കൊടുന്നതല്ലേ. Yes, സോ വുഡ് യു ടേക്ക് കെയർ ഓഫ് ദം I will take care of it. വെൻ ദേ ബിക്കം ഓൾ? ഞാൻ എൻ്റെ ഡാഡീനെ എപ്പോഴും നോക്കുന്നുണ്ട്. ഡാഡിക്ക് ഇപ്പോൾ മൂത്രമൊഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാനാ നോക്കുന്നത്. ദാറ്റ്സ് കോൾഡ് റിച്ച്നെസ്. അല്ല, Yes. ഒരുപാട് പണം ഉണ്ടായിട്ട് ഹാവിങ് എ ജെറ്റ് ലൈനർ, ഒരു മെഴ്സിഡീസ് ബെൻസ് അല്ലെങ്കിൽ റോൾസ് റോയ്സ് ഉണ്ടായിട്ട് ഒരുപാട് ഫെയിം പൂർണ്ണ സ്ഥലത്തൊക്കെ ആൾക്കാർ ഒരു കാര്യമില്ല. ഡു യു അഗ്രി ടു ദാറ്റ്? Yes, I agree. Become a best person, become a human being. That's richness. Yes, it is. ക്ലാരിറ്റി കിട്ടിയോ? കിട്ടി. ഹാപ്പി ആണോ? ഹാപ്പിയാണ്. 0 to 10 എവിടെയാണ് ഇപ്പോൾ? 10. Thank you. Thank you very much. Thanks a lot. Thank you, all of you. All right, let's move on to the next caller.